ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് പേടിച്ചു പോയായിരുന്നോ? അച്ഛനും അമ്മയൊക്കെ വെറുതെ പറയുന്നതല്ലേ, അല്ലാതെ മോളെ എവിടുന്ന് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും പറ്റുമോ? മോൾ കുറുക്ക് കുടിക്കേ. ദേവാ മിണ്ടരുത്. മര്യാദയ്ക്ക് മാറി നിൽക്കും അങ്ങോട്ട്. അല്ലെങ്കിൽ പ്രസവിച്ച് വളർത്തിയ അമ്മയാണെന്നൊന്നും ദേവനാരായണൻ നോക്കില്ല. ജനിച്ച നാള് മുതല് ഇന്ന് വരെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ അന്തസ് ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ ഇല്ലാതാക്കിയത് അമ്മ ഒറ്റയാളാ. ഓരോ പ്രാർത്ഥനയിലും ഒരാൾക്ക് പോലും ഒരു ദോഷവും ചെയ്യേണ്ടി വരരുതെന്ന് മനസ്സൊന്നൊന്ന് വിളിക്കുന്ന എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അമ്മ മാത്രമാ. അമ്മയ്ക്ക് കുടുംബം നിസ്സാരമായിരിക്കും, പക്ഷെ ദേവനാരായണൻ അങ്ങനെ അല്ല. ദേവനാരായണന്റെ ദാരിദ്ര്യത്തിന് നേരെ സ്വർഗത്ത് നിന്ന് നീട്ടിയ കൈയാണ് ഈ കുടുംബം. അവരെ അപമാനിച്ച് നാണം കെടുത്തി ഉണ്ടാക്കുന്ന ഒരു നേട്ടവും ദേവനാരായണന് വേണ്ട. ഇവളെ കണ്ടോ? ഇവളാണ് എന്റെ മകള്. ഇവളാണ് വരുണിന്റെ ഭാര്യ. അതിന് പകരക്കാരിയാക്കാൻ അമ്മ ആരെ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നാലും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പിതൃത്വം ആരുടെ പേരിൽ ആരോപിച്ചാലും അതൊന്നും ഞാൻ വകവച്ച് തരില്ല. സ്വന്തം മകള് വടി പിടിച്ച് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ചങ്ക് തകർന്ന ഞാൻ ഈ യശോദ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ഞങ്ങളെക്കാൾ ഉത്തരവാദിത്തം കാണിക്കേണ്ട അമ്മ ആ അവസരം കൂടി അന്യനെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുക. അത് പുറത്തു തരാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാനിവളെ കൊണ്ടുപോവാ. ഇനി അമ്മ തടഞ്ഞ ദേവനാരായണന്റെ പ്രതികരണം ഈ രീതിയിലായിരിക്കില്ല. നടക്കങ്ങോട്ട്. ഓ, എന്തായിരുന്നു വീരവാദങ്ങള്. എന്നിട്ട് പൂജ ചെയ്യാൻ മാത്രം അറിയാവുന്നൊരു പൂജാരി വന്നപ്പോ വിറച്ചു പോയില്ലേ സുകുമാരിയമ്മ. ഇവരെയൊക്കെ വിശ്വസിച്ച നമ്മള് പറഞ്ഞ മതിയല്ലോ കൽപ്പന. നമ്മുടെ മുമ്പിലേ ഉള്ളൂ ഈ ചങ്കൂറ്റം കാണിക്കലൊക്കെ. ജയഭാരതിയമ്മേ, ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാ എന്നേക്കുമായിട്ട്. മോളെ മോളെ നിന്നെ ചൊല്ലി നടക്കുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെന്ന് അച്ഛനറിയാം. അച്ഛന്റെ മോളെ പേടിക്കണ്ട. നിനക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അച്ഛനും അമ്മയുണ്ട്. കേട്ടോ മോളെ?